അവളുടെ ഫാനസി എന്താ അറിയാവാ, ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ കെട്ടടുത്ത് പോലും. അളിയൻ പറയാ, ഞാൻ ഡിറ്റക്റ്റീവ് വേണം, ഞാൻ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് വേണം. നിനക്കതിനുള്ള ബുദ്ധിയില്ലല്ലോ. അളിയനറിയാവാ, എന്റെ കാണാതെ ഷട്ടിൽ കണ്ടുപിടിച്ചിരുന്ന എന്റെ അമ്മയാ. അല്ല ചേട്ടാ, ഞാൻ ഹസ്ബൻഡായിട്ട് കണ്ടുപോയി, അതുകൊണ്ടാ. അതുകൊണ്ടല്ല, എന്റെ സാങ്കല്പത്തിലെ പെണ്ണിന് ഇത്ര സൗന്ദര്യം ഇല്ല. പിന്നെ അത് മാത്രമല്ല, ഞാൻ കുറച്ച് ടോക്സിക്ക, ഇടിക്കുകയൊക്കെ ചെയ്യും, കടിക്കുന്നു. മണ്ണിൽ വീണ ഈ പെണ്ണിനും മേക്കപ്പ് സാധനങ്ങൾക്കും വേണ്ടി നീ ഇത്രയും കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിന്റെ കഷ്ടപ്പാട് എനിക്ക് മനസ്സിലായി. എന്തിനിവിടെ വന്നു എന്ന് ആലോചിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ മനസ്സിലായി. നാട് കാണാൻ വരുന്നവൻ നാടിനെ പറ്റി അറിയണം. ഞാൻ വരുമ്പോണ്ടില്ല, നീ എന്നെ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് നെടുമാരൻ രാജാംഗം എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഏത് ഞാൻ നീ പഴയ സ്കൂൾ ഫ്രണ്ട്സ്. പിന്നീണ്ടല്ല, ഞാൻ എന്ത് പറഞ്ഞാലും കൂടെ പിടിച്ചേക്കണേടാ. ഓക്കെ, എന്തേലും ചെയ്യും. ഇത് നെടുമുടി പടിമുടി നെടുമാരൻ രാജാ കൂടെ പട്ടി വായിക്കോളാന്ന പേരിടാൻ പേരുടെ തിണ്ടി. മിസ്റ്റർ ഗീത, ഇത് നെടുമുടി രാജമാണിക്യം. ഇവനിങ്ങനെ കാണുന്ന പോലെ ഒന്നുമല്ല, ഫുൾ ടൈം അണ്ടർ വാട്ടർ അല്ല, അണ്ടർ കവർ. ഹലോ, അമേരിക്കന്നോ? റോബർട്ട് അല്ല, പുള്ളിയുടെ ഷെർലോക്ക് ഹോംസ് ഇല്ല അവിടെ? സി നെടുമാരൻ, എനിക്ക് ചെസ് ഭയങ്കര ഇഷ്ടമാണ്. വിശ്വനാഥൻ ആനന്ദിനെ പോലെ നീക്കങ്ങൾ നടത്താനാണ് എനിക്കിഷ്ടം. പണ്ട് എൻ്റെ അമ്മച്ചിയുടെ അമ്മയുടെ ചേച്ചനും അവനോട് പറഞ്ഞിട്ടുണ്ട്, സീയിങ് ഈസ് നോട്ട് ബിലീവ്, ബിലീവിങ് ഈസ് സീയിങ്. Really, I love you. Wow. മോഹനേട്ടാ, ഇത് ഒറിജിനല. എന്നാ നീ കേട്ടതില്ലടാ അവളാ, നിന്റെ എല്ലാ കാലത്തും ഞാൻ പറഞ്ഞു കൊടുക്കോളാം. എന്നാ ഇതൊക്കെ മരുന്നുണ്ടാക്കുന്നത് ഞാനും പറയണം. No, I am not. എടാ, കോണിമ്പലടിക്കടാ, ഒന്ന് പോയി നോക്കടാ. എടാ, ഒന്ന് പോയി നോക്കടാ. ഞാൻ ബാത്റൂമിലാണ്. ഞാൻ തരാം നിന്റെ വീട്ടില്. പറഞ്ഞു തരാടാ തെണ്ടി.